കുട്ടി ജനിക്കുന്നതോടുകൂടെ ആണാ പെണ്ണാ തീരുമാനിക്കാൻ പറ്റൂല. അത് നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ വാതിൽ തുറന്നിട്ട് പറയും എവിടെ ഫാത്തിമാൻ്റെ ആളുകൾ എന്ന് ചോദിക്കും. അപ്പോൾ ഓടിച്ചെല്ലണ സമയത്ത് ഫാത്തിമ പ്രസവിച്ചു കേട്ടോ എന്ന് പറയും. ഏതാ കുട്ടി അറിയുമ്പോൾ ഷട്ടപ്പ് എന്നറിയും. ഡോക്ടർ മുണ്ടരുത് അറിയും. ഏതാ കുട്ടി? മുണ്ടരുത്. ഇനി എപ്പോഴാ അത് ആണും പെണ്ണും തിരിയാന്നറിയാം നിങ്ങൾ? കുട്ടിക്ക് പ്രായമൊക്കെ ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓള് തീരുമാനിക്കണം. അതുവരെ ഈ സാധനം ആണാ പെണ്ണാ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം. ഫസ്റ്റുക്കും സെക്കൻഡുക്കും റിവേഴ്സുക്കും ഒന്നും ഇടരുത്. ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ 1 മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ 9ാം ക്ലാസ്സിൽ. പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല. കരുതിയത് നടപ്പിലാക്കും. താന്തോന്നികളായൊരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മുത്തല്ലിമായി പോയ കുട്ടി പോലും ഇപ്പോ ഷിഖ എന്നും പറഞ്ഞ് ഇങ്ങനെ ട്രാൻസ് വുമണായിട്ട് നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പഴയ പേര് സൽമാനുൽ ഫാരിസ് എന്നാണ്. ദർസിലോതിയ കുട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം തോന്നിയാസങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും സുതാര്യമായ സാധ്യത മൂല്യവൃത്തികളാക്കുക എന്നാണ്. അവിടെ പോലും ലിബറലിസം കയറി മറിയുന്നു. സൽമാനുൽ ഫാരിസിനെ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ മുത്താലിം ജീവിതത്തിൽ നിന്ന് അവനെ പറിച്ചിട്ട് ഇപ്പോൾ വലിയൊരു പെമ്പർന്നോളായിട്ട് മൂപ്പരിങ്ങനെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു. 10 ഉസ്താദുമാരെത്തുനിന്ന് പഠിച്ചുക്കണമല്ലോ. എന്തോ ഒരു മഹത്വം. സനത് നോക്കി നിങ്ങൾ 10 ആളുടെ സനതാണ് അവന് മുത്തസിലാക്കാൻ പോണത്. എന്നിട്ട് എന്ത് പറ്റി? ഇപ്പോൾ വലിയൊരു പെണ്ണായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് അവളുടെ വീഡിയോ കിട്ടും. ഇത് ആകെ അവിടെ നടപ്പിലാവണം എന്നാണ് പറയണത്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ബാധ്യതയല്ലേ? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പെണ്ണ് കെട്ടണത് ആണ് കെട്ടണത് ഇഷ്ടമില്ലാത്ത തലമുറ വളർന്നു വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് പഠിക്കണം എന്നറിയും കുറേ കാലം. ഒരറ്റത്തോളം പഠിപ്പത്തി ഇനി കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഉതിർ പറയും. എനിക്ക് ജോലി കിട്ടണം എന്നറിയും. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോ, അത് പറ്റൂല, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന് പറയും. അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉതിറാണ്. ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം. അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിൻ്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇൻ്റർവ്യൂ നടക്കണം. PSC പാസ്സാവണം. PSC പാസ്സായിട്ട് ഷോർട്ട് ലിസ്റ്റ് പെടണം. ഷോർട്ട് ലിസ്റ്റ് പെട്ട് 5 കൊല്ലമൊക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോഴേക്കും അത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റൊക്കെ അടക്കണമെന്ന് പറയും. സംഭവം എന്താണ്? കല്യാണത്തിന് താല്പര്യമില്ല. ഓരോ ഉതിറുണ്ടാക്കുകയാണ്. ഇനി എല്ലാം തരണം ചെയ്ത് ഒരു പുതിയാപ്പിള കാണാൻ വന്നു നിർത്തിക്കോളൂ. 100 കുറ്റം പറഞ്ഞിട്ട് വെറ്റങ്ങൾ അതിനാണ് ശരിയാക്കി വിടും. ഒന്നും പറ്റൂല. ചിലപ്പോൾ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവ്. ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല. കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. പുതിയ ട്രെൻഡാണ് ഞാനീ പറയണത്. പെണ്ണ് വിചാരിച്ചാൽ മുടങ്ങൂലേ? എൻ്റെ ഖുർആൻ ക്ലാസ്സിൽ വരുന്നൊരു സാധു പയ്യൻ, നല്ല ദീനിയാണ്, നല്ല ജോലിയുണ്ട്, അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഒരു പെണ്ണിനെ കാണാൻ പോയി. പെണ്ണിപ്പം ഇങ്ങോട്ട് ഇൻ്റർവ്യൂ ആണ്, ഭയമായിരുന്നല്ല. പല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണ് വെച്ചു, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ? ആ പയ്യൻ പറഞ്ഞു, ഞാൻ സ്കൂട്ടി ഓടിക്കും. അപ്പോൾ പറഞ്ഞ് ചിരിച്ചോളൂ. ഒറ്റ ചിരി ഇത് പൊട്ടിയിട്ട് സ്കൂട്ടി ഓടിക്കുമല്ലോ. ഓനിഞ്ഞിപ്പോൾ അവിടെ കെട്ടാനോ ചായ കുടിക്കാനോ ജിലേബി തിന്നാനോ ചിപ്സ് തിന്നാനോ വല്ല താല്പര്യം ഉണ്ടാവോ? ഇറങ്ങിയൊന്ന് ഓടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവർ കല്യാണം മുടക്കുകയാണ്. ഇത് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയണത്, അവരെ പറഞ്ഞു പറ്റിച്ചതാണ്. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങേറാണ്, വിവാഹം ബന്ധമാണ്, ബന്ധനവുമാണെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചാണ്. എന്നിട്ട് അടിമയായി ഇങ്ങനെ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിൻ്റെ ചായപാത്രം കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞ് കയറ്റിയിട്ട് ഇവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു. സിംഗിളായിട്ട് അവൾക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോണത് എന്താണ്? മാനേജർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ്, മൂപ്പര വാഴക്കത്തോല് പെറുക്കി കൊണ്ടുവരണ്, അത് കഴുകി വെക്കണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണമാണ്. സ്വന്തം ഭർത്താവിനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്ത പാരതന്ത്രമായിപ്പോയി. ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതാണ് ഈറ്റങ്ങളെ. മാന്യമായ ഡ്രസ്സ് ഇട്ടാൽ അത് ഭയങ്കരമായ പ്രശ്നം. ഇപ്പം ചെറുപ്പം മുതൽ പർദ്ദടണ ഈ നിക്കാബൊക്കെ തൂക്കി നടക്കണ മുസ്ലിം പെൺകുട്ടിക്ക് ആ പർദ്ദ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇത് കാണണ കുറേ തുണി വെച്ചിട്ട് നടക്കണ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ചൂടും പോകും. മീറ്റിങ്ങൾ പർദ്ദട്ടാ അവിടെ ഭയങ്കര ചൂട്. ചൂടത്ത് എന്നറിയും.
ഇതുവരെ ഇതിട്ട് നടന്നിട്ട് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ? ഇല്ലേ, സേഫായതല്ലേ ആണ്. ഇപ്പോൾ ഓസോൺ പാളിയിലൊക്കെ വലിയ ഓട്ടം വന്നിട്ട് അതിലൂടെ അൾട്രാ വയലറ്റ് രശ്മി ഒന്നിച്ചിറങ്ങുകയാണെന്നാണ്. ആ തട്ടിനോടത്തൊക്കെ തൊലി രോഗങ്ങൾ ഉണ്ടാവുന്നതാണ്, ക്യാൻസർ വരെ ഉണ്ടാവുന്നതാണ്. പെൺകുട്ടികളുടെ ശരീരം ഇത്തിരി മൃദുവാണ്, തോലും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം. ഈ മൃദുവായ ശരീരഭാഗത്തിൽ അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് തട്ടാതിരിക്കാൻ ആകെ മൂടിക്കിടന്നാൽ എന്താ പ്രശ്നം? പക്ഷെ അവർക്കല്ല, ഇത് കാണണ കുറേ ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായ ചൂടും പുകയും. അങ്ങനെ തന്നെയാണല്ലോ യുക്തിവാദികളുടെ നേതാവ് സി രവിചന്ദ്രൻ ഈയിടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത്, ഈ ഖിത്താൻ കഴിക്കൽ, സുന്നത്ത് കഴിക്കൽ ഭയങ്കര പെയിൻഫുൾ ആണെന്നാണ്. മൂപ്പരാൾ 10 വട്ടം കഴിച്ചതുപോലെ ഉണ്ട് വർത്താനം കേട്ട. ഭയങ്കര വേദനയാണ്. അവോട് പറയണ കേട്ടിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ചുളിച്ച് വേദനന്റെ ഉക്കൊണ്ടേ. വൈദ്യശാസ്ത്രം തീരെ വികസിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ഏതോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിരുന്നൊരു കാര്യമാണിത്. ഇത് കഴിച്ച ഈ സദസ്സിലുള്ള ആർക്കും അതിൻ്റെ വേദന കൊണ്ട് വിഷമമൊന്നുമില്ല. ചില കുട്ടികളുണ്ട് ഘട്ടം ഘട്ടമായിട്ട് 4-5 വട്ടമായിട്ട് കഴിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കണവർ. കാരണം അന്ന് കിട്ടിയ ചീരണി, അന്ന് കിട്ടിയ വണ്ടി, അന്ന് കിട്ടിയ നോട്ടും, പൊട്ടണ നോട്ടും, പേഴ്സും, ഡ്രസ്സും ഒക്കെ പാടെ കണ്ടിട്ട് ഇത് ഒറ്റയടിക്ക് തീർന്നു പോകണ്ടായിരുന്നു. പല ഘട്ടങ്ങളായിട്ടാണെങ്കിൽ അന്നൊക്കെ അത് എൻജോയ് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കണവർ പോലും ഉണ്ടാവും. എന്നിട്ട് ആ മറ്റേ ആൾക്ക് ഭയങ്കര വിഷമം, ഭയങ്കര പെയിൻഫുള്ളാണ്. ഇയാൾ ആരാന്ന് നോക്കണം. പെണ്ണാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ ഉടലോടെ മാന്തി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതാ പ്രശ്നം. പെണ്ണാവാനെന്ന് കൊതിച്ച് നടന്നിട്ടേ സിലിക്കൺ കുത്തിവെച്ച് അവിടെ ഇവിടെയൊക്കെ പൊക്കിയിട്ടേ ലാസ്റ്റ് ഇത് മുറിച്ച് കളയണ ഒരു ഘട്ടമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചെയ്ത് നോക്കുക, ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ്. എത്ര മാരകം! 10-12 മേജർ സർജറി നടത്തണം. അത് കഴിഞ്ഞിട്ട് രൂപം ഉണ്ടാക്കാനും മറ്റും 1-ലധികം പ്ലാസ്റ്റിക് സർജറി നടത്തണം. 1-1.5-2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തണം, കുത്തിവെക്കണം. ജീവിതകാലം മുഴുവനും ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടരണം. ഭയങ്കര സാമ്പത്തിക ബാധ്യത, വലിയ വേദന, വിവിധങ്ങളായ പ്രശ്നങ്ങൾ. ഇതെല്ലാം ഉണ്ടായിട്ടും ആണിന് പെണ്ണായിക്കോളൂ, പെണ്ണാണായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ LGBTQIA+ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ തുമ്പത്ത് ഇത്തിരി മുറിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വീണതാണ് നമ്മുടെ യുവാക്കൾ. യുവാക്കളെ മാത്രമൊന്നും ഞാൻ പറയണില്ല, അതിൻ്റെ മേലുള്ളവരും. നമ്മുടെ യുവതികൾ ഫെമിനിസ്റ്റൊക്കെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം അതായിരുന്നു. പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിനൊരു മോചനം വേണം. ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോചനത്തിനു വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം. ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, സൂറത്തു തക്വീറിന്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കും, എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ കൊന്നതെന്ന്. ആ കൊലയാളികൾക്ക് കൃത്യമായ പണിഷ്മെന്റ് നൽകും. ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ഈ അടുത്ത് കോടതി വ്യവഹാരങ്ങൾ മുഖേനയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അവകാശം ഉണ്ടായത്. മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഓർക്ക് പൗതിയല്ലേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം. 4 മാത്രമാണ് പെണ്ണിന് പകുതി ഉള്ളത്. 34 ടൈപ്പാണ് ആണും പെണ്ണും വരുന്നതുള്ളത് നമ്മുടെ ഫറായിലിൽ. 4 മാത്രമാണ് പെണ്ണിന് ആണിനേക്കാൾ പൗതി ഉള്ളത്. 12 ആണിനേക്കാൾ പെണ്ണിനാണ് കൂടുതൽ. 10-11 രണ്ടുപേരും ഈക്വലാണ്. എന്തിനാണ് പെണ്ണിന് പകുതി എന്നുള്ളതിൻ്റെ ദാർശനിക ചർച്ചയിലേക്കൊന്നും ഞാൻ തൽക്കാലം പോണില്ല. പെണ്ണിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മതം, ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. പെണ്ണത്ര മോശക്കാരിയൊന്നുമല്ല, പെണ്ണിന് വലിയ മഹത്വം കൊടുക്കുന്ന മതം. പെണ്ണിൻ്റെ ശാരീരികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മതം. എന്നിട്ടാണ് ഈ പെണ്ണിന് ഭയങ്കരമായ പീഡനാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. പെണ്ണിന് പീഡനാണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ ഇസ്ലാം ഉണ്ടാവും. പെണ്ണിന് പീഡനം വരുന്നുണ്ട് എന്നുള്ളതിന് പരിഹാരം എന്താ ഫെമിനിസം പറഞ്ഞത്? കല്യാണം കഴിക്കേണ്ടതാണ്. കാരണം കല്യാണം കഴിക്കണോണ്ടാണ് കുടുംബം ഉണ്ടാകുന്നതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വലുതായി വരുന്ന ആണിനും പെണ്ണിനും അവരുടെ സെക്സ് പരമായ ആവശ്യങ്ങളൊക്കെ എങ്ങനെ തീരും? അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട്? പ്രധാനമായും ലിവിങ് ടുഗദർ, ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കുക എന്നാണ്. ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ. ഞാൻ അമേരിക്കയിലെ കഥ അല്ല പറയണത്.
25% യുവതികൾക്ക് അവരുടെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയാത്ത ലണ്ടനിന്റെ കഥയല്ല പറയണത്. 3,80,00,000 ജാരസന്താനങ്ങളുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. 3,80,00,000 ജാരസന്താനങ്ങൾ. ഇന്ത്യയുടെ മാതിരി 140 കോടിയുള്ള നാടല്ല, ആകെ 10-35 കോടിയുള്ളൂ ജനങ്ങൾ. 10-30 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ 3,80,00,000 കുട്ടികൾ ജാരസന്താനങ്ങളാണെന്ന് കണക്ക് വരുന്നു. ഇവരുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പുസ്തകം വരുന്നു. ഫാദർലെസ് അമേരിക്ക വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്, ബെസ്റ്റ് സെല്ലറായിരുന്നു. ആ നാട്ടിന്റെ കഥ അല്ല ഞാൻ പറയണത്. നമ്മുടെയൊക്കെ നാടുകളിലും അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നു. പെൺകുട്ടികൾ അതിന് അഡിക്റ്റുകളാകുന്നു. ആരാ കുടുംബം എന്ന് പറഞ്ഞാൽ പീഡന എന്ന് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന കുറേ സംഗതികളുണ്ട്, അതിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. അതുകൊണ്ട് കുറേ പെൺകുട്ടികളാണ് മൂല്യർട്ടിയാളെ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ മഞ്ഞോനെയും കൂടി മൂല്യർട്ടിയാക്കണെന്ന് ചോദിക്കുകയാണ് പെങ്ങള്. ചിലപ്പോൾ അവൾക്ക് ഓനെ കാണാൻ കണ്ടിരിക്കാൻ മോഹം ഉണ്ടാകും. അവളുണ്ടെങ്കിൽ അവൾക്ക് ആവശ്യമായ കുറേ സംഗതികൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവൾക്ക് സ്വകാര്യമായിട്ട് അവനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അവൾ ഉപയോഗിക്കേണ്ട പല സ്വകാര്യ സംഗതികളുണ്ട്. ഒരു ശരാശരി വീട്ടിലെ വലിയ പണമൊന്നുമില്ലാത്ത വീട്ടിലെ കുട്ടി പോലും പുറത്തിറങ്ങി പോണെങ്കിൽ 6 സാധനം തേക്കണം ഓളെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആദ്യം ഒന്നിച്ച് പൊട്ടിയിടണം. ഈ പെയിന്റിങ്ങിന്റെ മുമ്പ് നടത്തുന്ന സാധനം അത് ഒഴുകി പോകാതിരിക്കാൻ സ്പ്രേ അടിക്കണം. അതിന് തിളക്കം വരാൻ വേണ്ടി കുറേ സാധനം വേണം. ഇവിടൊക്കെ ഏതോ ഒരു കളറ് തേക്കണം. കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കറുപ്പടിക്കണം. ഈ കണ്ണിൻ്റെ ഉള്ളിൽ അടിക്കണ കടുപ്പിനൊക്കെ 2,000 രൂപയൊക്കെ വില ഉണ്ട്. അതുകൊണ്ടാണ് പെൺകുട്ടികളെ കരയിപ്പിക്കരുത്. അവിടെ കണ്ണുനീരിന് വലിയ വില ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടുകൂടെയാണ്. പെൺകുട്ടികളെ കരയിപ്പിക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ കരയിപ്പിക്കാൻ പാടില്ല. അവരെ കണ്ണുനീരിന് വലിയ വില ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടെയാണ്. ഇവിടുന്ന് വലിച്ചിടത് ഭയങ്കര വില ഉള്ളത്, ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് റോസ് ഒലുകും, അത് ഭയങ്കര വില ഉള്ളത്. കുറച്ചും കൂടി ഇങ്ങോട്ട് താഴേക്ക് പോരുമ്പോഴേക്ക് ആദ്യമിട്ട പൊട്ടി പോകും, അതിനും വില ഉള്ളത്. പെൺകുട്ടികളെ കണ്ണീരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ്. ഇത് സ്വകാര്യമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഓളെ അനുജൻ കുട്ടി അവിടെ വേണം. അപ്പോൾ ഓനെ മൂലയിരട്ടിയാക്കണീന് ഓളിങ്ങനെ ചെയ്ത്താനായി നിൽക്കും. ഉസ്താദിൻ്റെ മക്കൾ മൂലയരാവാൻ സ്വാഭാവികമായിട്ട് ടെൻഡൻസി കാണിക്കും. അപ്പോൾ എതിർക്കാൻ വേണ്ടിയിട്ട് അയലോക്കത്തു നിന്ന് ആരെങ്കിലും വരും. നിങ്ങളെ മൂലയരാ ഇപ്പം കണ്ടില്ലേ, എന്തേ കണ്ടു? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള എല്ലാ ശൈത്താന്മാരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദറസിനെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടുന്നതാണ് നമ്മൾ. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവാണ്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒറ്റ കാര്യം ഗൗരവത്തിൽ നേരത്തെ പറഞ്ഞത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസിലുള്ള നമ്മുടെ കുട്ടികൾ എന്താ പഠിക്കണേ, അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വീട്ടിലെങ്കിലും വേണം. 1 മണിക്കൂർ മൊബൈൽ ഫോണുമായുള്ള നമ്മുടെ മക്കളുടെ ബന്ധം പതിയെ പതിയെ മുറിച്ചു കൊണ്ടുവരണം. പതിയെ പതിയെ. വലിയ സുഖമാണ് ഉമ്മാർക്ക്, എന്ത് ജോലിയും ചെയ്ത് പോരാ. അപ്പോഴേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിലൊരു ഗെയിം ഇട്ട് കൊടുത്താൽ മതി. 2 വയസ്സുള്ള കുട്ടിയും 3 വയസ്സുള്ള കുട്ടിയും 2 മണിക്കൂറോ 4 മണിക്കൂറോ വെള്ളം കുടിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അയിമ ഇരുന്നോളും. പക്ഷേ കുട്ടിയുടെ ആരോഗ്യം നശിക്കുന്നു, കണ്ണ് നശിക്കുന്നു, തലച്ചോറ് നശിക്കുന്നു, തലച്ചോറിൻ്റെ വളർച്ച മുരടിക്കുന്നു. 13 വയസ്സ് വരെ നമ്മുടെ മനുഷ്യക്കുട്ടിയുടെ തലച്ചോറ് വികസിച്ചു കൊണ്ടേയിരിക്കും. ജനിക്കുന്ന സമയത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും തലച്ചോറിൻ്റെ 1% പോലും വികാസം മനുഷ്യക്കുട്ടിക്കില്ല. മറ്റുള്ളവർക്കൊക്കെ 80% വികാസമുണ്ട്. അതുകൊണ്ടാണ് ആടുംകുട്ടി പ്രസവിച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് ഉമ്മയാടിൻ്റെ പാല് കുടിക്കുന്നത്, പിറ്റേന്ന് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ തിന്നു തുടങ്ങണത്, അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. മനുഷ്യക്കുട്ടി അങ്ങനല്ല. മനുഷ്യക്കുട്ടി അങ്ങനെയല്ലേ അല്ല. ഒരു ജനിച്ച കുട്ടിയെ ഉമ്മ സംരക്ഷിക്കണില്ലെങ്കിൽ കുട്ടി മരിച്ചുവും. 2 വയസ്സ് വരെ പാല് കൊടുത്തൊരു ഉമ്മ ഇനി നീ അതിൻ്റെ പാടായി എന്നും പറഞ്ഞ് അവഗണിച്ചാൽ ആ കുട്ടി മരിച്ചുവും. അതിന് ജീവിക്കാൻ കഴിയില്ല. വല്യമ്മ നോക്കൂലേ എന്ന് പറയരുത്. ആരെങ്കിലും ഒരാൾ നോക്കാതെ അതിന് ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണിത്? മനുഷ്യക്കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമായി വികസിക്കുന്നത് ടീനേജിലേക്ക് എത്തുമ്പോഴാണ്, 13-ാം വയസ്സിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാ അല്ലാഹു തആല മനുഷ്യനെ അങ്ങനെ ആക്കിയത്? കുടുംബജീവിതം നിലനിൽക്കണമെന്ന് കരുതിയിട്ട്. സൂറത്തുർ റൂമിൻ്റെ 20 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾ തുടങ്ങുന്നത് വമിന്നായാത്തിഹി വമിന്നായാത്തിഹി എന്നും പറഞ്ഞിട്ടാണ്. ഖുർആനിൽ 6 ആയത്ത് ഒരുപോലെ തുടങ്ങുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. അതിൽ 2-ാമത്തെ വമിന്നായാത്തിഹി എന്താണെന്നറിയോ?
നമുക്ക് നമ്മളിൽ നിന്ന് ഇണകളെ പടച്ചു തന്നത് റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാകുന്നു. എന്താ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകൾ? മറ്റു ജന്തുക്കൾക്കും അങ്ങനെയാണ്. പൂച്ചൻ്റെ ഇണ പൂച്ച തന്നെയാണ്, പട്ടിയുടെ ഇണ പട്ടി തന്നെയാണ്. പിന്നെന്താ നമുക്ക് മാത്രം പ്രത്യേകത? മാതാവും കുട്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ മാതാവ് ആവണം കുട്ടിയെ സംരക്ഷിച്ചു വളർത്തേണ്ടത്. മാതാവിൻ്റെ സാന്നിധ്യം കുട്ടിക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അതുകൊണ്ട് മാതാവ് വീട്ടിലിരിക്കണം, കുട്ടിയെ നോക്കണം, സംരക്ഷിക്കണം. നിങ്ങൾക്ക് പറ്റൂലെന്ന് ചിലപ്പോൾ ഒരു ഫെമിനിസ്റ്റിക്ക് ചോദിക്കുക, വേണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവുകയൊക്കെ ചെയ്യും. പക്ഷെ ആ കുട്ടിയുടെ പൂർണ്ണമായ സന്തോഷത്തിൽ ആ കുട്ടിയെ കൊണ്ടുനടക്കാൻ പിതാവിന് കഴിഞ്ഞെന്ന് വരൂല. പിതാവിന് പാലെടുക്കാൻ കഴിയില്ല, പിതാവിന് താരാട്ട് കെട്ടാൻ കഴിയില്ല. നമ്മളൊക്കെ എങ്ങാനും ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് എണീറ്റ് ഒരു കുട്ടീനെ എടുത്തിട്ട് തോളത്തൊക്കെ ഇട്ട് ചെസ്റ്റിലൊക്കെ ഇട്ടൊന്നിങ്ങനെ ഒരതിയിട്ടുണ്ടെങ്കിൽ മെല്ലെ കരഞ്ഞിന്ന് കുട്ടി പിന്നെ ആർത്ത് കരയാൻ തുടങ്ങും. അവരുടെ ഭാഷ പോലും നമുക്കറിയില്ല. കുട്ടികളോട് പറയേണ്ട ഒരു പ്രത്യേക ഭാഷ ഉണ്ട്. നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കും, തുറപ്പിച്ച് നോക്കും, പിന്നെ കരയും ചെയ്യും. ഈ ഉമ്മാര് പേര് ചോദിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്. അതിന് എഴുത്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല, അത് അവർക്കേ സാധ്യമുള്ളൂ. അതുകൊണ്ട് മാതാവ് കുഞ്ഞിൻ്റെ സംരക്ഷണവുമായി വീട്ടിലിരിക്കണം. മാതാവ് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ഭർത്താവാകുന്ന തുണ വേണം. ഭർത്താവ് എന്ന് മലയാളവും സംസ്കൃതവും ഒക്കെയാണ്. അറബിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയേ ഇല്ല, അങ്ങനെ ഒരു പദമേ ഇല്ല. രണ്ടുപേരെയും കുറിക്കാൻ ഒരേ പദം, സൗജ്, ഇണ, തുണ. ഭാഷാപരമായ വ്യത്യാസം വരാൻ ഒരു താവ് ചേർക്കും, സൗജത്ത്. ഇണ, തുണ എന്നല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്ന് സംസ്കൃതത്തിൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, അങ്ങനെ ഒരു പ്രയോഗം പോലും നമ്മുടെ ഭാഷയിലില്ല. അപ്പൊ ഏറ്റവും സ്നേഹിച്ച് സഹകരിച്ച് എല്ലാം ത്യജിച്ച് ഈ പെണ്ണിനും മോനും മോൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം. ആ രണ്ടുപേരും മനോഹരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. പൂമുഖവാതിൽക്കൽ സ്നേഹം തുറന്നുകൊണ്ട് വിരിച്ചുകൊണ്ട് വിതറിക്കൊണ്ട് ഭാര്യയുണ്ടാകണം. സൂര്യനായി തഴുകി ഉണർത്താൻ അച്ഛനുണ്ടാകണം, വാപ്പയുണ്ടാകണം. ഈ ഒരു സമഞ്ജസമായ സംവിധാനം ഇത് മനുഷ്യൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യക്കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ആട്ടിൻകുട്ടിയുടെ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. പതിയെ 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 അവൻ വളർന്നു വരണം.